ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ്റെ 23ാമത്തെ സെഷനാണിത്. ഇപ്പോൾ നമ്മൾ ഈ സെഷനിൽ നമ്മളിതിന് മുമ്പ് നടന്നിട്ടുള്ള 2022 നടന്നിട്ടുള്ള CGLൻ്റെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെന്ന് നിങ്ങൾക്ക് ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് തന്നെ പോകാം. നമ്മുടെ വരായിരിക്കുന്ന SSC CGL CS-ൻ്റെ എക്സാമിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വരായിരിക്കുന്ന MTS, CHL, CGL, GD ബാക്കിയുള്ള എക്സാംസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു വർക്കൗട്ടും കൺസെപ്റ്റും ഒരുപാട് ഹെൽപ്പിംഗ് ക്വസ്റ്റൻസിനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. അതിന് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ അല്ലെങ്കിൽ അത്യാവശ്യം കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. A takes twice as much time as B. അപ്പോൾ A and B കുറിച്ചവിടെ പറയുമ്പോൾ എയും ബിയും എടുക്കുന്ന ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെയും ടൈമിൻ്റെ ഒരു റേഷ്യോനെ കുറിച്ചാണ് പറയുന്നത്. A ടേക്ക് ട്വൈസ് എന്നാണ് പറയുന്നത്. A ഇരട്ടി സമയം എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ബീനെ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ത്രൈസ് ആസ് മച്ച് ആസ് C. അപ്പം അവിടെ എനെയും സീനെ കൂടി കമ്പയർ ചെയ്യുന്നുണ്ട്. A എടുക്കുന്നത് സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി സമയം എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അവിടെ പറയുന്നത് ടു ഫൈനലൈസ് എ വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ 8 days. ഇവർ 3 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇവർ 3 പേരും കൂടി ടൈം ടേക്കൺ ബൈ A, B ആൻഡ് C ടുഗദർ. അവർ 3 പേരും കൂടി ഒരുമിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 days എടുക്കുന്നു എന്നാണ് പറയുന്നത്. ദ ടൈം ടേക്കൺ ബൈ A, B, C റെസ്പെക്റ്റീവ്ലി ടു കംപ്ലീറ്റ് ദ ടാസ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരും ഒറ്റയ്ക്ക് എടുക്കുന്ന ടൈം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഈ ഒരു റേഷ്യോസ് വെച്ച് മാത്രം എടുക്കാം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എടുക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഇവിടെ ആ ഒരു ടൈമിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ടൈം ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ A/B തന്നിട്ടുണ്ട്, A/C തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ A/B/C കണ്ടുപിടിക്കാം. എങ്ങനെ A നമ്മൾ ഒരു സൈഡിലേക്ക് A രണ്ടിലും കോമൺ ആയതുകൊണ്ട് A നമ്മൾ നടുക്കെടുക്കുന്നു ആൻഡ് ബാക്കിയുള്ള 2 വാല്യൂസിനെ സൈഡിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ A2 ആണെങ്കിൽ B1 ആണ്, A3 ആണെങ്കിൽ C1 ആണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് അവിടെ ടൈം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റേഷ്യോ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഇവിടെ റേഷ്യോ പെട്ടെന്നൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:6:1 എന്നാണ് നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ഇതേ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ശ്രദ്ധിക്കണം, അവിടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് എങ്ങനെയാണ് ABC എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് എങ്ങനെയാണ് B/A/C എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് പ്രോപ്പർ ഓർഡറിൽ ആദ്യം ഒന്ന് ആക്കാം. A/B/C എന്ന് പറയുമ്പം 6:3 ഓക്കെ, നമുക്ക് ഇവിടെ 2 എന്നായിരിക്കും വരുന്നത്. ഇവിടെ 1 അല്ല, ഇവിടെ 2 എന്നായിരിക്കും വരുന്നത്. സോ 6:3:2 എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോ ഫുൾഫിൽ ചെയ്യുന്ന ഏത് വാല്യൂസ് ആണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് അത് വെച്ച് കണ്ടുപിടിക്കാം. അതല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, തന്നേക്കുന്ന 8 എടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ 8 എടുത്ത് നമ്മൾ ഈ ഒരു തന്നേക്കുന്ന വാല്യൂസിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 × 8 48, 3 × 8 24, അതുപോലെ തന്നെ 2 × 8 16. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഏത് ഓപ്ഷനിലാണ് ഈ വാല്യൂസ് തന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഓപ്ഷൻ ഡിയിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റിൻ്റെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കൺസെപ്റ്റ് ഇഷ്യൂ വരുന്നവരുണ്ടെങ്കിൽ ഓർ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ശരിയാവത്തില്ല, കൺസെപ്റ്റ് ഡൗട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു ക്വസ്റ്റിനെ തന്നെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട്. ആൻഡ് ഇവിടുത്തെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്തായിരിക്കും? 1:3 ആയിരിക്കും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ടൈമിൻ്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്കിപ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എഫിഷ്യൻസിയുടെ റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ഇവിടെയും എയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ വളരെ ഡയറക്റ്റ്ലി എടുക്കാം. എങ്ങനെ A/B/Cയുടെ ആ എഫിഷ്യൻസിയുടെ റേഷ്യോസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എയുടെ 1 ആണ്, നമുക്ക് ബിയുടെ 2 ആണ്, സിയുടെ എത്രയാണ്? 3 ആണ്. നോക്കിയാൽ വളരെ പെട്ടെന്ന് അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി 1:2:3. ഇനി ഇവിടെ എഫിഷ്യൻസി ഓരോരുത്തരുടെ എഫിഷ്യൻസി ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഇത് എഫിഷ്യൻസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും 1 + 2 + 3 എന്ന് പറയുന്നത് എത്ര വരും? 6 എന്ന് വരും ടോട്ടൽ എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 ആണ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി അറിയാം.
നിങ്ങൾക്കിവിടെ ടോട്ടൽ ഇവർ എടുക്കുന്ന സമയം അറിയാം. അങ്ങനെ ഈ ടോട്ടൽ വർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ആ ഒരു ഓരോരുത്തരുടെയും സമയം കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ എഫിഷ്യൻസി 6 ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇവർ എടുക്കുന്ന സമയം, ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6ഉം ടൈം എന്ന് പറയുന്നത് 8ഉം 6 ഈസ് 48 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 48 ആണ് ഇവ മൊത്തം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫിഷ്യൻസി അറിയാം. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 48 യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ഇതാണെങ്കിൽ അവിടെ ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ടൈം ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. അപ്പം അങ്ങനെ ആണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന 48 ആണ്. ഇനി ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി നമുക്കറിയാം, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി നമുക്കറിയാം. 48 ഡിവൈഡ് ബൈ 1 എത്ര വരും, 48 എന്ന് വരും. 48 ഡിവൈഡ് ബൈ 2 എത്ര വരും, 24 എന്ന് വരും. അതേപോലെ 48 ഡിവൈഡ് ബൈ 3 എത്ര വരും, 16 എന്ന് വരും. ഓക്കെ, നമുക്ക് അതേ ആൻസേഴ്സ് കിട്ടി. സോ ഇവർ 3 പേരുടെയും ഇൻഡിവിജ്വൽ ടൈം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചൊരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു, കുറച്ചധികം കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇൻഫാക്ട് എൻ്റെ കൺസെപ്റ്റ് നല്ലപോലെ അറിയാമെന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് പേനി പേപ്പറിൻ്റെ ആവശ്യം പോലും വരത്തില്ല ക്വസ്റ്റൻ ആൻസർ മാർക്ക് ചെയ്യാനും. ബിക്കോസ് ഓപ്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഓപ്ഷൻ തരാൻ നിർത്തും, അവർ അതേപോലത്തെ ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇവിടെ 9 into 6 ആണ് 54, 9 into 3 ആണ് നമ്മുടെ 27 എന്ന് പറയുന്നത്, 9 into 2 ആണ് 18 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുള്ള പോലെ തന്നെ 9ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുണ്ട്, 10ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അതുപോലെ തന്നെ 7ൻ്റെ മൾട്ടിപ്പിളും തന്നിട്ടുണ്ട്. എല്ലാം അതേ റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. ഏത് റേഷ്യോയിൽ, 6:3:2. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരു കൺഫ്യൂഷൻ വരാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഓൾറെഡി 8 എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ടായതുകൊണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്കെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ എഫിഷ്യൻസി, ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നോക്കിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവിടെ മേ ബി കാൽക്കുലേഷൻ നല്ല കോംപ്ലിക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവിടുത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്കവിടെ ഓപ്ഷൻസ് തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ്റെ ഗ്യാപ്സിനെ യൂസ് ചെയ്യാം കാൽക്കുലേഷനിൽ. കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതേപോലത്തെ ക്വസ്റ്റൻസ് കിട്ടിക്കഴിയുമ്പോൾ ആദ്യമേ ഓപ്ഷൻസ് കൂടി കമ്പയർ ചെയ്യുക. ബിക്കോസ് നമ്മളോട് എക്സാക്ട് ആൻസർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തുനിന്ന് വരും. സോ എക്സാക്ട് ആൻസറിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എക്സാമിൽ എക്സാക്ട് ആൻസർ മാർക്ക് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ റൈറ്റ് ആൻസർ ഏറ്റവും പെട്ടെന്ന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമുക്ക് പലപ്പോഴും അപ്രോക്സിമേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻസിനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ പറയുന്നത്, ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് 28 centimeter, ദെൻ വാട്ട് ഇസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 πr³ ആണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാല്യൂസ് എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു നമുക്ക് ഡയമീറ്റർ ആണ് 28 തന്നിരിക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ 28 ആണെങ്കിൽ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 14 ആയിരിക്കും. സോ 14 ഇൻറ്റു 14 ഇൻറ്റു 14 നമ്മുടെ r³ ആണ്. സോ 14 ഇൻറ്റു 14 ഇൻറ്റു 14. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. സോ 7ഉം 14ഉം ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ 2 എന്ന് വരും. നമുക്കിവിടെ 3നെ ക്യാൻസൽ ചെയ്യാൻ ഒരു വാല്യൂസും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് 2ഉം 2ഉം കൂടി 4 എന്നാകും. 22 ഉണ്ട്. അത് കൂടാതെ നമുക്ക് എന്തുണ്ട്, 14 ഇൻറ്റു 14, 14 ഇൻറ്റു 14, 14ൻ്റെ സ്ക്വയർ 196 നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇനി ഡിവൈഡഡ് ബൈ 3 എടുക്കാൻ മറന്നുപോലെ. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. സോ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം അവിടെ നിന്ന് കാൽക്കുലേഷനെ കുറച്ചൊന്ന് സിമ്പിൾ ആക്കാം. എങ്ങനെ സിമ്പിൾ ആക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്കിവിടെ 22ൽ നിന്ന് 11 ഇങ്ങ് പുറത്തെടുത്തിട്ട് ആ 2 ഇൻറ്റു 4 നമുക്ക് 8 എന്നാക്കാം. ഇൻറ്റു ആ 196നെ നമുക്ക് 195 എന്നാക്കാം. എന്തിനാണ് 195 എന്നാക്കിയത്, അല്ലെങ്കിൽ വേറൊരു വാല്യൂലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം 195 എടുത്തത് എന്തിനാ? സിമ്പിളാണ്. നമ്മുടെ 3യുടെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് നമ്പേഴ്സിനെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ വരണം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 196 3ൽ പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 196നെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന 22നെ 21 ആക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്തുള്ള പ്രശ്നം, നമ്മൾ ഇവിടെ ഈ ഒരു വാല്യൂ അതേപോലെ ചെറുതാക്കിയിട്ട് ഈ വാല്യൂ വലുതായിട്ട് തന്നെ വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ നമ്മൾ ഈ വാല്യൂ വലിയ വാല്യൂ ആയിട്ട് അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 196നെ തന്നെ ചൂസ് ചെയ്തത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ 22നെയും ചൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ 22നെ ചൂസ് ചെയ്ത് നമ്മൾ 21 എടുത്തുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം നമുക്ക് ഈ വലിയ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വലിയ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ വളരെ ചെറുതായിട്ട് റൗണ്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കറിയാം 196നെയാണ് നമ്മൾ എന്തെന്നാക്കിയത്, 195 ആക്കിയത്, ചെറിയൊരു റൗണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വലിയൊരു വേരിയേഷൻ വരത്തില്ല, ചെറിയ വേരിയേഷനേ വരത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഇനിയിപ്പം 3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര വരും, 65 എന്ന് വരും. നോക്കിയപ്പോൾ സോൾവ് ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 8 ഇൻറ്റു 65. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്ക്
11 ഇൻറ്റു 8 ഇൻറ്റു 65. 8 ഇൻറ്റു 65 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 4 ഇൻറ്റു 130 എടുക്കാം, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ബിക്കോസ് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പേപ്പറുടെ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെയൊക്കെ ചെറിയ ചെറിയ ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഒരു നമ്പറിനെ ഹാഫ് ആക്കി മറ്റേ നമ്പറിനെ ഡബിൾ ആക്കി. എന്തുകൊണ്ട് 65 ഡബിൾ 130 ആണ്. അതിൻ്റെ അവസാനം 0 ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 4 ഇൻറ്റു 13. 4 ഇൻറ്റു 13 എത്രയാണ്? 52 ആണ്. സോ 52 പിന്നെ ആ 0. ഇനി 11 മൾട്ടിപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് യൂസ് ചെയ്യാം. 0, 2, 5 + 2 7 ആൻഡ് ലാസ്റ്റിൽ ആ 5 അതേപോലെ. അപ്പം ഇനി നമ്മൾ ഓപ്ഷൻ നോക്കി, ഇതിൻ്റെ വളരെ അടുത്തുള്ള ആൻസർ ഏതാന്ന് നോക്കിക്കേ. 5749 നോക്കിക്കേ, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം നമ്മളിവിടെ എന്ത് ചെയ്തു, 196 എന്നുള്ള വാല്യൂവിനെ ചെറുതാക്കി. കിട്ടിയ ആൻസർ എന്തായിരിക്കും? ചെറുതായിരിക്കും, പക്ഷെ ഒരുപാട് വലിയ വേരിയേഷൻ വരത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ നമ്പറിനെയാണ് മാറ്റിയത്. നമ്മൾ 22നെ മാറ്റുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വേരിയേഷൻ വന്നേനെ. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ വലിയ നമ്പറിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാനും എളുപ്പമായി, നമുക്ക് സോൾവ് ചെയ്യാനും എളുപ്പം. ആൻസർ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതിൽ അവസാനം ആൻസറും വളരെ അടുത്ത് തന്നെ കിട്ടി, ഒരുപാട് ഗ്യാപ്പ് വരാതെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാക്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. നമ്മുടെ എക്സാക്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ 5749.33 സെന്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ എക്സാക്ട് ആൻസർ. എക്സാമ്പിൾ എക്സാക്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, വളരെ പെട്ടെന്ന് റൈറ്റ് ആൻസർ ജസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുക, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ എക്സാംസിൽ എപ്പോഴും ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക. പക്ഷേ ഈ ഐഡിയ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻസും നോക്കുക, ഓപ്ഷൻസ് മനസ്സിലാക്കുക, ഓപ്ഷനിൽ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, ഓപ്ഷൻസ് റഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ മുമ്പിലേക്ക് പോകാവൂ. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തതും കാണാൻ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷേ നമുക്കത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന സിംപ്ലിഫൈ ഒരു വലിയ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നേക്കുന്നത് സാധാരണ എപ്പോഴും തരുന്ന പോലെ x + 1/x എന്നല്ല തന്നേക്കുന്നത്, x + y² / x = 5 എന്നാണ് തന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു 2 പ്രോസസ്സ് പാരലായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. നമുക്ക് ഒന്ന് ഈ x + y² / x നമുക്ക് സോൾവ് ചെയ്ത് അതിൽ നിന്നുള്ള വാല്യൂസിനെ എടുത്ത് നമുക്ക് എവിടേക്ക് ഇടേണ്ടി വരും? ഈ ചോദിച്ചേക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പാരലായിട്ട് തന്നെ ചെയ്തു പോകാം. സോ ആദ്യം തന്നെ നമുക്കിവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മേളിൽ ഇവിടെ x² + y² ഉണ്ട്. നമുക്കിവിടെ കൂടെ തന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ y² ഉണ്ട്. ഈ എക്സിനെ കൂടി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മേളിൽ എന്ത് വരും? x² + y² എന്ന് വരും. അത് ഈക്വൽ ടു നമുക്ക് 5, ഇവിടെ താഴെ x ഉണ്ട്, ആ താഴെ x ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. ബിക്കോസ് ആ x ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയതിനു ശേഷം ആ x ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. സോ x² + y² നമുക്ക് 5x എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ x² y² സ്ഥലത്ത് ആ 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ x² + y² സ്ഥലത്ത് നമ്മൾ 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, പ്ലസ് 2x ഡിവൈഡ് ബൈ താഴെയുള്ള പോർഷൻ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ നമുക്ക് മേളിൽ x ഉണ്ടായതുകൊണ്ട് താഴെ നിന്ന് ഒരു x കോമൺ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് എഴുതാം, x² - 5x. സോ ഇവിടെ നമുക്കിപ്പോൾ ഈ 5x + 7x 5x + 2x എന്നുള്ളത് എത്ര ആവും? 7x എന്നാവും. നമുക്ക് താഴെ എന്തുണ്ട്? ഒരു x ഉണ്ട്, അതുകൂടാതെ x² - 5x ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആവും. ഇനി നമുക്ക് ഈ x² - 5x പകരം എന്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് ഓപ്ഷനിൽ 7 വെച്ചുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം മിക്കവാറും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ BO DO ആയിരിക്കും. പക്ഷേ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ x² - 5x പകരം നമുക്ക് അവിടെ താഴെ y² എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാം? നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിവിടെ y² = നമ്മൾ ഈ x² അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5x - x² എന്ന് വരും. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളതും ഇതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. x² - 5x 5x - x² എന്ന് ഞാൻ തിരിഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് സൈൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ -y² ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതെന്ത് വരും? x² - 5x എന്ന് വരും. അപ്പോൾ നോക്കിയാൽ ഇപ്പം സെയിം ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ x² - 5x സ്ഥലത്തേക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആ -y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7 ബൈ ആ ഒരു മൈനസും പിന്നെ y². സോ നോക്കിയാൽ നമ്മുടെ ആൻസർ വന്നു -7 ബൈ y². സോ ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ല, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പാരലായിട്ട് തന്നെയാണ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തു പോയത്. സോ രണ്ടും കൂടി ഒരുമിച്ച് പാരലായിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിന് നമുക്ക് എയ്തർ ഓൾജിബ്രയുടെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം, ഓർ എൽസ് വളരെ പെട്ടെന്ന് അല്ലാതെ സോൾവ് ചെയ്യാം. അല്ലാതെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓൾജിബ്ര ഫോർമുല യൂസ് ചെയ്ത് എക്സാമിൽ വരുന്ന ഒരുപാട് പേരും സോൾവ് ചെയ്യും. നമുക്ക് അല്ലാതെ എങ്ങനെ എടുക്കാം പെട്ടെന്ന്? x + y 5 തന്നിട്ടുണ്ട്, അതുകൂടാതെ a + b 5 തന്നിട്ടുണ്ട്, അതുകൂടാതെ ab 6 തന്നിട്ടുണ്ട്. നമുക്ക് a + b 5 ab 6 ആണെങ്കിൽ എന്ത് 2 വാല്യൂ എടുത്താൽ അതിനെ പ്ലസ് ചെയ്താൽ 5 വരും, മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ ഈസിയാണ്. വളരെ ഈസി നമ്പേഴ്സ് തന്നിരിക്കുന്നത്. 2 + 3 എടുത്താൽ 5 വരും. അതേപോലെ തന്നെ 2 × 3 എടുത്താൽ എന്തും വരും? 6 വരും. വേറെ ഒരു വാല്യൂ എടുത്താലും അത് സംഭവിക്കത്തില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ 3 എന്ന് എടുക്കാം, അല്ലെങ്കിൽ തിരിഞ്ഞു വരും, എങ്ങനെയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? 3 × a² + b². നമുക്ക് അവിടേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ?
അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ 2യുടെ സ്ക്വയർ എത്രയാണ് 4 ആൻഡ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ 9യുടെ സ്ക്വയർ 3യുടെ സ്ക്വയർ എത്രയാണ് 9. അങ്ങനെയാണെങ്കിൽ 4 + 9 എത്രയാണ് 13. സോ 3 ഇൻറ്റു 13 ആൻഡ് 3 ഇൻറ്റു 13 എത്രയാണ് 39 ആണ്. നോക്കിയാൽ നമുക്ക് ആൻസർ വന്നു 39. ഓപ്ഷൻ എ. നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു അപ്രോച്ച് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. റാദർ ദാൻ ഗോയിങ് ഫോർ ഓൾജിബ്രയുടെ ഫോർമുലാസിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി, അപ്പോൾ ട്രയാങ്കിൾ എ ബി സി നമ്മൾ നേരത്തെ ഒന്ന് വെച്ചിട്ടുണ്ട്, അതിനെ പ്രോപ്പർലി എടുക്കാൻ വേണ്ടി. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈസ് ഈക്വൽ ടു എ സി. നമ്മുടെ എ ബി ഈ സൈഡും അതേപോലെ ഈ സൈഡും ഈക്വൽ ആണെന്ന് ക്ലിയർലി പറയുന്നുണ്ട്. എ ബിയും എ സിയും ഈക്വൽ ആണ്. അത് കൂടാതെ നമുക്ക് എന്താ പറയുന്നത്, ഒ ഈസ് എ പോയിന്റ് ഓൺ ബി സി. ഒ ഈസ് എ പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് ഒ ബി ഈക്വൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒ എന്ന് പറയുന്ന ഈ പോയിന്റ് ഉറപ്പായിട്ടും ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, ഒ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഒ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ഒ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു എ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഈ പോയിന്റ് ഡിയും ഈ പോയിന്റ് ഇയും ആണ്. എൻ്റെ ആ പോയിന്റ്സ് അവിടെ പെർപെൻഡിക്കുലർ ആണ്, ഈ ലൈൻ അവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 60. ആംഗിൾ ബി ഒ ഡി, നമ്മുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കവിടെ എത്രയും പറഞ്ഞിട്ടുണ്ട്, 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ആൻഡ് ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ആൻഡ് ആ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതും എന്തായിരിക്കും 60 ആയിരിക്കും. ബിക്കോസ് ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ രണ്ട് സൈഡ്സും എന്താണ് ഈക്വൽ ആണ്. സോ രണ്ടും പെർപെൻഡിക്കുലർ വരച്ചേക്കുന്നത്, ഉറപ്പായിട്ട് ഇതും 60 ആയിരിക്കും ഇതും 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും 60 ആണെങ്കിൽ ഇത് ഫുള്ള് 180 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും 60 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിളും എന്തായിരിക്കും, മൊത്തം 60 ആയിരിക്കും. എന്താണ് ചോദിച്ചേക്കുന്നത്, ദെൻ മെഷർ ഓഫ് ആംഗിൾ. അപ്പോൾ ഇത് മൊത്തം 60. അപ്പോൾ മെഷർ ഓഫ് ആംഗിൾ എ ഒ ഇ, ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് മൊത്തം 60 ആണ്, ഇത് നടുക്കൂടാണ് ഈ ലൈൻ വന്നേക്കുന്നത്, ടച്ച് ചെയ്യുന്ന മിഡ് പോയിന്റിലാണ്. ഇത് രണ്ടും ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. സോ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും, 60യുടെ പകുതി 30 ഡിഗ്രി. സോ അങ്ങനെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ സി 30 ഡിഗ്രി ആണ് ആൻസർ. നോക്കിയാൽ വളരെ ഈസി ക്വസ്റ്റൻ ആണ്. കുറച്ച് നമ്മളൊന്ന് ഫിഗർ ഒന്ന് പ്രോപ്പർലി വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അത്യാവശ്യം അവിടെ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈ 3 ഗ്യാപ്പ്, ഇവിടെ ഈ ഓയിന്ന് പോയേക്കുന്ന ആ ഒരു 3 ഗ്യാപ്പ് ആക്ച്വലി ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള 60 ആണെങ്കിൽ എൻ്റെ പകുതി 30 ആയിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിഗർ ഒന്ന് പ്രോപ്പർലി ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ സിജിഎലിൻ്റെ പ്രീവിയസ് ഇയർ 2022 പ്രീവിയസ് ഇയേഴ്സ് സിജിഎലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെയ്യുന്ന പ്ലേലിസ്റ്റിൽ നിന്ന് അവിടുന്ന് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്, വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഇനി വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻസും സെഷൻസും ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള അപ്രോച്ചാണ് ഇവിടെ കൂടുതലും നമ്മൾ ട്രൈ ചെയ്യുന്നത്, റാദർ ദാൻ കൺവെൻഷണൽ മെത്തേഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന സെഷൻസിൽ കൂടുതൽ ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്